വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ വീക്കിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയണ പോലെ കുറച്ച് വമ്പൻ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വമ്പൻ ടീമുകൾ പറഞ്ഞാൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫിക്സ്റ്റേഴ്സൊക്കെ ഉള്ള മത്സരമായിരുന്നു ഇത്, വീക്കായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ ഈ വീക്കിലെ റിസൾട്ടുകൾ നോക്കാനാണെങ്കിൽ അത്യാവശ്യം ടോപ്പ് ടീമുകൾക്കൊക്കെ തിരിച്ചടി കിട്ടിയൊരു വീക്ക് കൂടിയാണിത്. നമുക്കറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരായിട്ട് ഉണ്ടാവുക അത്ലറ്റിക്കോൻ്റെ റിസൾട്ട് ഉണ്ടാവും. ചിലപ്പോൾ ബെൻഫിക്കനായിട്ട് 4-0 അവർ തോറ്റിട്ടുള്ളത്. പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടത് ലില്ലയോട് റയൽ മാഡ്രിഡ് തോറ്റതാണ്. പിന്നെ അതേപോലെ തന്നെ ബയൺ മ്യൂണിക്ക് ആസ്റ്റൺ വില്ലേൻ്റെ ഗ്രൗണ്ടിൽ ചെന്നിട്ട് ആസ്റ്റൺ വില്ല അവിടെ 1-0 ജയിച്ച് കയറുകയാണ് ഉണ്ടായത്. ബാക്കി വലിയ വേറെ മത്സരങ്ങളെല്ലാം നോക്കാനാണെങ്കിൽ PSG സ്വന്തം ആഴ്സണലിൻ്റെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയിരുന്നു. അവിടെ ആഴ്സണൽ ജയിച്ചു 2-0. അത് അത്യാവശ്യം എക്സ്പെക്റ്റഡ് ചെയ്ത റിസൾട്ട് തന്നെ ആയിരുന്നു. PSG കാര്യം ഡെമ്പലൊന്നും ഇല്ലാതെയാണ് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇൻ്റർ ജയിച്ചിട്ടുണ്ട്. അതുപോലെ ബാഴ്സലോണ വീണ്ടും ഗോളടിച്ച് കൂട്ടി തന്നെ ജയിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണ ലാലിഗയിൽ തോറ്റിരുന്നു. അപ്പോൾ അതിനൊരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിൽ എന്തായാലും ഈ മത്സരത്തിൽ വിജയം അത്യാവശ്യമായിരുന്നു. അവരതുപോലെ തന്നെ യങ് ബോയ്സിനോട് 5 ഗോളിന് സ്വന്തം ഗ്രൗണ്ടിൽ ബാഴ്സലോണൻ്റെ ഗ്രൗണ്ടിൽ തന്നെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു മത്സരം. അവിടെ ജയിച്ച് കയറി. പിന്നെ അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയും ജയിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സർ ഉണ്ടായിരുന്നത് ലെവർകൂസൺ മിലാനായിരുന്നു. ലെവർകൂസൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു കളി. അവിടെ 1 ഗോളിന് അവർ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മാച്ചുകളിൽ നോക്കാനാണെങ്കിൽ ആദ്യം ബയേണിൻ്റെ മാച്ചിലോട്ട് നോക്കാം. ബയേൺ ഈ സീസണിൽ അത്യാവശ്യം പഴയ പോലെ പഴയ റൂത്തിൽ സെറ്റ് ഗോളടിച്ച് ഇഷ്ടംപോലെ 3-4 ഗോളടിച്ച് ജയിച്ചിരുന്നത് ബയേൺ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അവർ ഈ പ്രാവശ്യത്തെ സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 മത്സരങ്ങളോട് നോക്കാനാണെങ്കിൽ, അതായത് അവർക്ക് ഇതുവരെ ഉള്ളിൽ വന്ന ഏറ്റവും വലിയ ഓപ്പണൻസ് എന്ന് പറയാൻ പറ്റുന്ന മത്സരങ്ങളാണ് ലെവർകൂസണും പിന്നെ അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങൾ, അതായത് കുറച്ച് ടോപ്പ് ടീമുകൾ എന്ന് പറയാൻ പറ്റുന്ന മത്സരം. അതിൽ 2ലും ഇവർ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ്. ലീഗിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും 2ലും ഒരുപോലെ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇത്തരം ടീമുകൾക്കെതിരൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇത്രയും ടോപ്പ് അറ്റാക്കിങ്ങൊക്കെ ഉള്ളതാണ്, പക്ഷേ ഗോള് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ടോപ്പ് ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ബാക്കി ടീമുകൾക്കെതിരൊക്കെ അവർ ഇഷ്ടംപോലെ ഗോളടിച്ച് കൂട്ടി ജയിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കെതിരെ ഗോൾ എടുക്കാൻ സാധിക്കാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. ഹാരിക്കെയിൻ്റെയൊക്കെ പ്രകടനത്തിൽ. പിന്നെ ഇന്നലെ മത്സരം ആസ്റ്റൺ വില്ലേൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാൻ പറ്റുന്നത് ഇതിപ്പോൾ മാർട്ടിനസ് തന്നെയായിരുന്നു. എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരുന്നു. നല്ല കുറേ സേവുകളുണ്ടായിരുന്നു. പിന്നെ ആസ്റ്റൺ വില്ലയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഔട്ടോറസിൻ്റെ ഒരു ഗോൾ ഒരു 20-21 മിനിറ്റിൽ തന്നെ സ്കോർ ചെയ്തതാണ്. പക്ഷേ അത് റെഫറി അതിൽ ഓഫ് സൈഡ് വിളിച്ചിട്ട് പിന്നെ അത് ഒഴിവാക്കി. സെക്കൻഡ് ഹാഫിലാണ് ആ ഗോൾ വരുന്നത്. അതിൽ ആ ഗോളിലാണെങ്കിൽ കീപ്പർ ന്യൂയറുടെ പൊസിഷനിങ് എടുത്ത് പറഞ്ഞിരുന്ന കാര്യം, പ്ലെയർ വളരെ ഫ്രണ്ടിലായിരുന്നു, ബോക്സിൻ്റെ പുറത്തേന്ന് കയറുന്നത്. ആസ്റ്റൺ വില്ല കൗണ്ടർ ബോൾ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ തിരിച്ച് റൺ നടത്തിയെങ്കിലും അതൊരു പൊസിഷനിലോട്ടൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. കൗണ്ടർ വന്നാൽ അപ്പോൾ തന്നെ ഡ്യൂറാൻ അത് ബോൾ കറക്റ്റ് ന്യൂയറിൻ്റെ തലിൻ്റെ മുകളിലോട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടു എന്നുള്ളതാണ്. അങ്ങനെ ആ മത്സരം കഴിഞ്ഞ് പിന്നെ ഒന്ന് നോക്കാനുള്ളത് ലിവർപൂൾ ജയിച്ചിട്ടുണ്ട്. ലിവർപൂൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുണ്ടായിരുന്നത് ലെപ്സിഗ് അതുപോലെ തന്നെ യുവൻറ്റസ് ആയിരുന്നു. ലെപ്സിഗ് 2 ഗോൾ അടിച്ചു. അതുപോലെ തന്നെ യുവൻറ്റസ് 3 ഗോൾ. അതാണെങ്കിൽ യുവൻറ്റസിൻ്റെ സെക്കൻഡ് ഹാഫിൽ 80 മിനിറ്റിൽ തന്നെ ഒരു റെഡൊക്കെ കിട്ടി 10 പേരിലോട്ടൊക്കെ പോയിരുന്നു. എന്നിട്ട് അത് പക്ഷേ അവസാനം ഗോൾ അടിച്ചു വ്ളാഹോവിച്ച് ഡബിളൊക്കെ അടിച്ചിട്ടുണ്ട്. വ്ളാഹോവിച്ച് ഇപ്രാവശ്യത്തെ ഒരു നോക്കി കണ്ട സ്ട്രൈക്കറാണ്. കാര്യം നന്നായി ഗോൾ അടിക്കുന്നുണ്ട്. കുറേ പൊട്ടൻഷ്യൽ പ്ലെയറാണ് കുറേ മുന്നേ തന്നെ. പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെ അത്ര ഗോൾ അടിയൊന്നും ഉണ്ടായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ സീസണിൽ അടിക്കുന്നുണ്ട്. അതുപോലെ കോൺഷ്യസ് ആവ് അവർ അടിച്ച യുവൻറ്റസിൻ്റെ 89 മിനിറ്റിൽ ലീഡ് കൊടുത്ത പ്ലെയർ. യുവൻറ്റസ് അത്യാവശ്യം പോർച്ചുഗീസ് ലീഗിലൊക്കെ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന നല്ലൊരു പ്ലെയറാണ്. എല്ലാം ബാക്കി പ്രീമിയർ ലീഗിലോട്ട് ലീഗിലോട്ടൊന്നും പോയിട്ടില്ല. ഏതായാലും യുവൻറ്റസിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കരിയർ എന്നുള്ളത് നോക്കാം. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ടീമിൽ മാച്ചിലോട്ട് നോക്കാനാണെങ്കിൽ ആദ്യം ഫ്രണ്ട് ലൈനായിരുന്നു ആദ്യം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടിരുന്നത്. കാര്യം അതിൽ എൻട്രിക്കും വിനീഷ്യസും ഒക്കെയാണ് ഫ്രണ്ടിൽ ഇറങ്ങിയത്. എംബാപ്പെ റോഡ്രിഗോ മത്സരത്തിൽ തന്നെ ഇറങ്ങിയിട്ടില്ല. എംബാപ്പെ റോഡ്രിഗോ ഒക്കെ ബെഞ്ചിലായിരുന്നു മത്സരം സ്റ്റാർട്ട് ചെയ്തത്. അർദ ഗുളർ ഇവർക്ക് സെക്കൻഡ് ഹാഫിൽ വന്നു. പക്ഷേ റോഡ്രിഗോ ഒന്നുമില്ല. പക്ഷേ ബാക്കി എംബാപ്പെ അതുപോലെ അർദ ഗുളർ സെക്കൻഡ് ഹാഫിൽ വന്നു. ചാൻസ് ഉണ്ടായിരുന്നു, അർദ ഗുളർക്കൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. അതൊന്നും കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ആസ്റ്റൺ വില്ലയിൽ മാർട്ടിനസിൻ്റെ പ്രകടനം പറഞ്ഞ പോലെ ലില്ലയിൽ അവരുടെ കീപ്പർ നല്ല അടിപൊളി സേവുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ എണ്ണം. റയൽ മാഡ്രിഡ് കുറേ അത്യാവശ്യം ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. വിനീഷ്യസ് കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഫ്രണ്ടിൽ
എൻട്രിക്കായിരുന്നു ഉണ്ടായിരുന്ന കാര്യമായിട്ട് ചിലപ്പോൾ ഒരു സ്ട്രൈക്കർ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എംബാപ്പെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഗോൾ സ്കോർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഏതായാലും റയൽ മാഡ്രിഡിനും തോൽവിയായി. ഇതോടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് അറിയാം. ഇതോടെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുമെന്നാണ് തോന്നുന്ന കാര്യം. എല്ലാ ടീമുകളും ഒറ്റ ലീഗ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എത്ര ജയം എത്ര തോൽവി അതൊക്കെ എല്ലാ ടീമുകളെയും കൂട്ടിയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പോയിൻ്റ് നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാ ടീമുകളും ഈ ബയേൺ ഈ ബാഴ്സ അത്യാവശ്യം എല്ലാ ടീമുകളും തോൽവി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും മുന്നോട്ട് ഈ ടീമുകൾക്കൊക്കെ ടോപ്പ് ടീമുകൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെയാലും 2-3 മത്സരങ്ങൾ ടോപ്പ് ടീമിനോട് ഉണ്ടാവും, ഏത് ടീമൊക്കെ ആണല്ലോ. ബാക്കിയുള്ള കുറച്ച് മത്സരങ്ങളാണ്, ഒരു 4-5 മത്സരങ്ങളാണ് അത്യാവശ്യം ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ടീമിനെതിരെ കളി വരിക. അപ്പോൾ ആ മത്സരം ചെറിയ ടീമിനോടൊക്കെ ഇല്ല പോലത്തെ ടീമിനോട് റയൽ തോറ്റു. അതുപോലെ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ ബാഴ്സലോണ തോറ്റിന്ന് മൊണാക്കോനോട്. ഈ മത്സരങ്ങളൊക്കെ തോൽക്കണം. പിന്നെ ബാക്കി ഇമ്പോർട്ടൻ്റ് മാച്ചുകളൊക്കെ വരുമ്പോൾ അവർക്ക് പ്രശ്നമാവും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ഡോർമുണ്ടാണ് 1ാം സ്ഥാനത്ത്, 2 മത്സരം 2 ജയം. പിന്നുള്ളത് ബ്രസ്റ്റാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ലെവർകൂസൻ. 3 ടീമുകളാണ് അത് 3എണ്ണത്തിലുള്ളത്. ബാഴ്സലോണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത ഇവർക്ക് 2 പേർക്കെതിരെ ബാഴ്സലോണക്ക് മത്സരം ഉണ്ട് എന്നുള്ളതാണ്. ടോപ്പ് 2 നിൽക്കുന്ന ടീമുകൾക്കെതിരെ മത്സരമുണ്ട്. അതുപോലെ തന്നെ ബയേണിനെതിരെ മത്സരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കണ്ട പോലെ ഒന്നും ആവില്ല ചിലപ്പോൾ ഫിക്സറുകൾ. പിന്നെ മത്സരം നടന്ന് വരുമ്പോൾ പിന്നെ ആദ്യം കണ്ട പോലെ ഈസി ഫിക്സറിനൊന്നും തോന്നിയ പോലെ ആവില്ല, മുന്നോട്ട് പോകുമ്പോൾ തോന്നുന്നുള്ളതാണ്. പിന്നുള്ളത് എടുത്ത് പറയാനുള്ളത് റയൽ തോറ്റ ശേഷം പിന്നെ പറയാനുള്ളത് ലാലിഗയിൽ നിന്നുള്ള മറ്റു ടീമായ അത്ലറ്റിക്കോ മാഡ്രിഡാണ്. 4 ഗോളിനാണ് ബെൻഫീക്കിനോട് തോറ്റത്. സിമിയോണി ഇങ്ങനെയാണ് ഈ യൂറോപ്പ് സീസണിലോട്ട് ഈ ടീമിനെ വെച്ച് മുന്നോട്ട് പോകുന്നുള്ളത്. കാര്യം ഇത്രയൊക്കെ അറ്റാക്ക് റീഇൻഫോഴ്സ് ചെയ്തിട്ട് യൂറോപ്പിലോ അല്ലെങ്കിൽ ലീഗിലോ അതിനനുസരിച്ചുള്ള രണ്ടിൽ ടോപ്പിലാണ് എന്നൊക്കെ പറയാം. ലീഗിലും ഒരു ടോപ്പ് 4 ഉണ്ടാവും. പക്ഷേ ഈ ഒരു റീഇൻഫോഴ്സ്മെൻ്റൊക്കെ വെച്ചിട്ട് ഒരിക്കലും ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രകടനം ഇതല്ല എന്നുള്ളതാണ്. ഇത്ര നല്ല ടോപ്പ് അറ്റാക്കേഴ്സ് ഉണ്ട്, അൽവാരസ് അടക്കം ഒരുപാട് സ്ട്രൈക്കർ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഒരു ഗോൾ ഇങ്ങോട്ട് അടിക്കണം പോട്ടെ, എന്തായാലും ഡിഫൻസ് ടാക്ടിക്സ് ഒക്കെയാണ്. പക്ഷേ എന്നാലും ഗോൾ തിരിച്ചടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തേണ്ടത് അത്ലറ്റിക്കോ മാഡ്രിഡ്. അത് ഒരിക്കലും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് കാണാനില്ല എന്നുള്ളതാണ്. പിന്നെ ഏതായാലും ആ മത്സരം തോറ്റു. ഇനി എന്തായാലും അത്ലറ്റിക്കോൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കി കാണണം. കാര്യം ഇനി അത്യാവശ്യം നല്ല ടോപ്പ് ടീമുകൾക്കെതിരൊക്കെ മാച്ച് വരും. ആ സമയത്തൊക്കെ ഈ തോൽവിയൊക്കെ ആവും പ്രശ്നമായിട്ട് വരിക. പിന്നെ എടുത്തു പറയാനുള്ളത് ലാലിഗയിൽ ഈ വീക്കിലാണെങ്കിൽ ആകെ ജയിച്ചിട്ടുള്ളത് ബാഴ്സലോണയാണ്. ലാലിഗയിൽ നിന്ന് യൂറോപ്പിലോട്ട് വന്ന ടീമുകളിൽ ജയിച്ചിട്ടുള്ളത് ബാഴ്സലോണയാണ് ചാമ്പ്യൻസ് ലീഗിൽ. കാരണം കഴിഞ്ഞ മത്സരം അറിയാൻ ലാലിഗയിൽ അത്യാവശ്യം മോശം പ്രകടനമായിരുന്നു. മോശം പ്രകടനം പറഞ്ഞാൽ റൊട്ടേഷനായിരുന്നു കാര്യമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മത്സരത്തിൽ പോയിൻ്റ് ഡ്രോപ്പും ചെയ്തു. പക്ഷേ അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒരു റിബൗണ്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്കോർ ലൈൻ അവർക്ക് ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ 5-0 ഗോളിന് ജയിച്ചിട്ടുണ്ട്. യങ് ബോയ്സ് ഒന്നും അടിച്ചിരുന്നു, പക്ഷേ അത് ഓഫ് സൈഡ് പോയതുകൊണ്ട് അത് കൂട്ടിയതുമില്ല അവസാനത്തെ മിനിറ്റിൽ. അപ്പോൾ റഫീഞ്ഞ, ഇനിഗോ മാർട്ടിനസ് പിന്നെ അതുപോലെ ലെവൻഡോസ്കി ഒക്കെയാണ് സ്കോർ ചെയ്തത്. ലെവൻഡോസ്കി ഡബിൾ അടിച്ചു മത്സരത്തിൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അൻസു ഫാറ്റി ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ എഫക്റ്റ് അതിന് മാത്രമുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാലും അൻസു ഫാറ്റി ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ടീമിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഫെറാൻ മാത്രമാണ് പലപ്പോഴും ഒരു സബ്ബായിട്ടോ അല്ലെങ്കിൽ റൊട്ടേഷൻ പ്ലെയറൊക്കെ ആയിട്ട് ടീമിൻ്റെ കൂടെയുള്ളത്. ഫെറാൻ്റെ പ്രശ്നം അറിയാം, സ്ട്രൈക്കർ പൊസിഷനിലല്ല, ഒരു സെൻട്രൽ പൊസിഷനില്ലാതെ വേറെ എവിടെ ഇട്ടാലും ഡ്രിബിൾ ചെയ്യാൻ പാസ് ചെയ്യാൻ എല്ലാത്തിനും പ്രശ്നമുള്ള താരമാണ്. സെൻട്രൽ പൊസിഷനിൽ അത്യാവശ്യം കുഴപ്പമില്ല, സ്കോർ ചെയ്യാൻ അത്യാവശ്യത്തിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ താരത്തിനെ തീരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് താരത്തിൻ്റെ ഫോം എന്നുള്ളതാണ്. ആ സമയത്ത് അൻസു ഫാറ്റിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ടീമിന് കുറച്ചുകൂടി നല്ലത് ഫോം. അതും അൻസു ഫാറ്റിയും ഫോം ആവണം, എന്തെങ്കിലും താരം ഫോം ആവുമെന്ന് കരുതാം. പിന്നെ അതുപോലെ തന്നെ ഡിയോങ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഡിയോങ് ഇറങ്ങിയിരുന്നു ടീമിൽ. താരം ഒരു ഫുള്ളി ഫിറ്റ് അല്ലാത്ത പോലെ ഞാൻ തോന്നിയ കാര്യം വലിയ റണ്ണൊന്നും എടുക്കണ്ടായിരുന്നില്ല, അങ്ങനെ കവർ ചെയ്ത് കളിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും 2 മാച്ച് കഴിയുമ്പോൾ നന്നാവുമെന്ന് കരുതാം. കാര്യം ഈ ഒക്ടോബർ അവസാനമൊക്കെയാണ് ബാഴ്സലോണക്ക് റയലിനായിട്ടുള്ള മാച്ചും എൽ ക്ലാസിക്കോ അതുപോലെ തന്നെ ബയേണായിട്ടുള്ള മാച്ചും അടുപ്പിച്ചാണ് അപ്പോൾ ആ സമയത്തൊക്കെ ടീമിന് എന്തായാലും കുറച്ച് റൊട്ടേഷന് വേണ്ടിയിട്ട് നല്ല പ്ലേയേഴ്സിന് ആവശ്യമുണ്ടാവും. അപ്പോൾ ഏതായാലും ഫാറ്റി അതുപോലെ ഡിയോങ് ഒക്കെ വരുന്ന ടീമിന് ഇങ്ങനെ നോക്കിയാൽ നല്ലതാണ്. ഇത്രയൊക്കെയാണ് ഈ വീക്കിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ. ഏതായാലും പുതിയ ഫോർമാറ്റ് പ്രകാരം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് തന്നെ പറയാം. കാരണം ചില ഇതുപോലെ ഇന്നിപ്പോൾ നടന്ന ബാഴ്സ മൊണാക്കോനോട് പൊട്ടി, അതുപോലെ ഫസ്റ്റ് വീക്കിൽ, പിന്നെ അതുപോലെ ഇന്ന് ബയേൺ അതുപോലെ റയലൊക്കെ തോറ്റത് വെച്ച് നോക്കുമ്പോൾ അത് ആകെ ഒരു 5 മാച്ചിൽ 3-4 മാച്ച് ഈസി ആവുമെന്ന് കരുതിയ മാച്ചുകൾ പോലും ടഫായിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. കാര്യം ഇവർക്കെതിരെ ഒരു മാച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര ആ സമയങ്ങളിൽ ബാക്കി ഒരു വലിയ ഫിക്സറുകളൊക്കെ വരുമ്പോൾ അവർക്ക് വലിയ ബിഗ് ടീമിന് ഇതിൻ്റെ ഇതിലേക്കുള്ള എന്തായാലും ഉള്ള 2-3 മാച്ചുകളൊക്കെ വരുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളതാണ്.
ഈ ടീമുകൾ ഈ ചെറിയ ടീമുകളൊക്കെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകലും പ്രശ്നമാകും. ഇത്രയൊക്കെയാണ് ഈ വീക്കിൽ ഉണ്ടായിരുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളെ കുറിച്ചിട്ടുള്ള ന്യൂസുകളെല്ലാം. ഇതിൽ അഭിപ്രായം അറിയിക്കാൻ നന്ദി, നമസ്കാരം.